ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. ഭാരതത്തിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ ഏറെ പ്രത്യേകതയും ചൈതന്യവും ശക്തിയും വിശേഷവുമുള്ള ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിൽ മധൂർ മദനാനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. മധൂർ ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഏറെ പഴക്കമുള്ള ചിരപുരാതനമായ ഒരു ക്ഷേത്രം. ഇപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞ് അഷ്ടബന്ധ കലശ മഹോത്സവത്തിലേക്ക് കടക്കുകയാണ്. മാർച്ച് 26 മുതൽ ഏപ്രിൽ 7 വരെയാണ് അഷ്ടബന്ധ കലശ കലോത്സവം നടക്കുന്നത്. മാർച്ച് 31 വൈകുന്നേരം 4:30 മധൂർ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുന്ന സത്സംഗത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയിലെ ഏറെ പ്രസിദ്ധമായ ഈ ക്ഷേത്ര സന്നിധിയിൽ ചെന്നിരിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഇന്ന് കാലഘട്ടം മാറിയിരിക്കുകയാണ്. മനുഷ്യ മനസ്സിലെല്ലാം അസ്വസ്ഥതയും എടുത്തുചാട്ടവും അവിവേകമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ആസുരികത എന്ന് പറയും. ഇപ്പം ഈ ആസുരിക ചിന്തകൾ അമിതമായാൽ അത് സ്വന്തം ആരോഗ്യത്തിന് ഹാനികരമാണ്, കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കും, സമൂഹത്തിലേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് ഇന്ന് സമൂഹത്തിൻ്റെ താളം തെറ്റലിനൊരു കാരണം. അപ്പം മനുഷ്യ മനസ്സിനെ ദൈവീക ചിന്തയിലേക്ക് കൊണ്ടുവരണം. അതിന് നാം ദൈവീക സന്നിധിയിലേക്ക് വന്നു ചേരണം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടൊരു സൗരഭ്യം എന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നല്ലതിനോടൊക്കെ ചേരുമ്പോഴാണ് നാം അറിയാത്തൊരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാകുന്നത്. എല്ലാവരും മാർച്ച് 31 മധൂർ ക്ഷേത്ര സന്നിധിയിൽ സത്സംഗത്തിന് എത്തിച്ചേരണം. നമ്മുടെ ജീവിതം അനുഗ്രഹീതമാക്കണം, പവിത്രമാവട്ടെ, ധന്യധന്യമാവട്ടെ. അതിന് നമുക്ക് ഗുരുക്കന്മാർ കാണിച്ചു തന്ന സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. പൂർവികന്മാർ കാണിച്ചു തന്ന, ഋഷിവര്യന്മാർ കാണിച്ചു തന്ന മാർഗമുണ്ട്. എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സ്വാഗതം. നമുക്ക് മാർച്ച് 31 മധൂർ ഗണപതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം. സിദ്ധിവിനായക സ്വാമിയുടെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഹരി ഓം, പ്രണാമം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 82941413. ഒരിക്കൽ കൂടി പറയാം, 8289951413. 2025 മാർച്ച് 31 വൈകുന്നേരം 4:30 മധൂർ ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് കാണാം. ഹരി ഓം, പ്രണാമം.